നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേക്കലിൽ മത്സ്യബന്ധനത്തിനിടയിൽ തോണി അപകടം, തൊഴിലാളി മരിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച, പണയം വെച്ച സ്വർണം തിരിച്ചു നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. ഇടപാടുകാർ ബാങ്ക് ഉപരോധിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഗോദയിലിറങ്ങി. തൃക്കരിപ്പൂരിൽ UDF-ഉം പ്രചരണ രംഗത്തേക്ക്. ചുട്ടുപൊള്ളുന്ന ചൂട് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നു. പ്രചാരണം വേണ്ടത്ര ചൂടുപിടിക്കുന്നില്ല. തിരഞ്ഞെടുപ്പിന് വനിതാ മുഖം. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന 25 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ. വാർത്തകൾ വിശദമായി. മത്സ്യബന്ധനത്തിനിടെ ബേക്കലിൽ തോണി അപകടം. മത്സ്യത്തൊഴിലാളി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം. വ്യാഴാഴ്ച അതിരാവിലെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. മത്സ്യബന്ധനത്തിന് പോയ പുതിയ കടപ്പുറത്തെ ബാലനാണ് മരിച്ചത്. ബേക്കലിലെ ഭാസ്കരൻ, രാജൻ, കൊച്ചേപ്പൻ എന്നിവർക്ക് പരിക്കേറ്റു. പരുക്കേറ്റവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മത്സ്യബന്ധനത്തിനായി കടലിലേക്കെടുത്ത ഉടനെയായിരുന്നു അപകടം. ശക്തമായ തിരമാലയിൽപ്പെട്ട തോണി മറിയുകയായിരുന്നു. തോണിയിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ ബാലനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത്. കടൽ തീരത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് 4 പേരെയും തീരത്തെത്തിച്ചത്. അപ്പോഴേക്കും ബാലൻ മരിച്ചിരുന്നു. ബാലന്റെ മരണം ബേക്കലിനെ കണ്ണീരിലാഴ്ത്തി. ചെറുവത്തൂർ വിജയ ബാങ്ക് ഇടപാടുകാർ ബാങ്ക് ഉപരോധിച്ചു. പണയം വെച്ച സ്വർണം തിരികെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടപാടുകാർ സമരവുമായി രംഗത്ത് വന്നത്. ബാങ്കിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം കണ്ടെടുത്ത് 6 മാസമായിട്ടും ഇടപാടുകാർക്ക് തിരിച്ചു നൽകാതെ അധികൃതർ കബളിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് ഇടപാടുകാർ ബാങ്കിന് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. സമരം മുൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനമ്പത്ത് ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ആഭരണം നഷ്ടപ്പെട്ടാൽ ഒരു ആഭരണത്തിന്റെ ഒരു 5 പവന്റെ ആഭരണമാണെങ്കിൽ അതിന് എത്ര പണിക്കൂലി വരും? നല്ല നിലയുള്ള അതിന് പണിക്കൂലി വരും. പക്ഷേ അതിന് കിട്ടുന്നത് ഈ വിലയുടെ 10% ആണ്. അതുകൊണ്ടൊന്നും ആവില്ല. എന്നാലും എന്തെങ്കിലും ആവട്ടെ, നഷ്ടം വന്നതല്ലേ, എങ്ങനെയെങ്കിലും സോൾവ് ആയിക്കോട്ടെ എന്ന് പറയുന്ന നിലയിലാണ്. TP കണ്ടഘോരൻ അധ്യക്ഷത വഹിച്ചു. സമരത്തെ തുടർന്ന് ബാങ്ക് അധികൃതർ ഇടപാടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല. ആഭരണങ്ങൾക്ക് 3 മാസം മുൻപുള്ള മാർക്കറ്റ് വില നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ ചർച്ചയിൽ അറിയിച്ചത്. എന്നാൽ സമരസമിതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയും പണിക്കൂലിയും നൽകണമെന്ന ആവശ്യത്തിൽ സമരസമിതി ഉറച്ചു നിൽക്കുകയാണ്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ, K കുമാരൻ വൈദ്യർ, T രാഘവൻ എന്നിവർ സംസാരിച്ചു. ഇനി കൊടിപൂരം. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണനും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. വിജയകാര്യത്തിൽ സ്ഥാനാർത്ഥിക്ക് സംശയമില്ല. കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും നേരത്തെ സ്ഥാനാർത്ഥിയുടെ പേര് തർക്കമില്ലാതെ തീരുമാനിക്കപ്പെട്ട മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അതുകൊണ്ട് തന്നെ KP നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അന്ന് പരാജയം സംഭവിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി പാടെ മാറിക്കഴിഞ്ഞുവെന്ന് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. 80 കഴിഞ്ഞ് 87 ഞാൻ ഉദുമയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് പുരുഷോത്തമനായിരുന്നു. ഞാനൊരു 8000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ജയിച്ചു. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 2016-ലാണ്. സ്വാഭാവികമായും ഒരു നിമിത്തം പോലെ വളരെയേറെ ആത്മബന്ധമുള്ള എൻ്റെ ഒരു നിയോജകമണ്ഡലത്തിൻ്റെ ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം. കാരണം ഞാൻ വെളിപ്പാടകലെ പയ്യന്നൂരാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാനിവിടെ ആഗ്രഹിച്ചതും പാർട്ടി നേതൃത്വം എന്നെ ഇവിടെ നിയോഗിച്ചതും ഒരു നിമിത്തമായി ഞാൻ കാണുകയാണ്. വിജയപ്രതീക്ഷയ്ക്ക് DDF നിലപാട് നിർണായകമാകുമോ എന്ന ചോദ്യത്തിന് KPയുടെ മറുപടി ഇങ്ങനെ. ഗൗരവതരമേറിയ ഒരു വിഷയമായി ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം അവരുടെ സമീപനം അത്രയും സൗമനസ്യപൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറുതായി കാണിക്കുന്നതല്ല. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹപ്രവർത്തകന്മാർ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവരുമായി നിരന്തരമായി ബന്ധപ്പെടുകയും അവർ ഈ കാര്യത്തിൽ ഒരു ശക്തമായ എതിർ നിലപാടൊന്നും സ്വീകരിക്കാത്തത് ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു പ്രതിസന്ധിയായി ഭീഷണിയായി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. തൃക്കരിപ്പൂരിൽ മാത്രമല്ല ജില്ലയിലെ 5 മണ്ഡലങ്ങളും UDF-നൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും KPCC ജനറൽ സെക്രട്ടറി കൂടിയായ KP കുഞ്ഞിക്കണ്ണൻ പറയുന്നു. പ്രചരണത്തിനിടയിൽ മയിച്ചിയിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടന്ന കോളിവളപ്പിൽ തറവാട്ടിലും സ്ഥാനാർത്ഥി എത്തിയിരുന്നു. ജില്ലയിലെ പോളിംഗ് വർദ്ധിപ്പിക്കാൻ നടി കാവ്യ മാധവന്റെ കയ്യൊപ്പ്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ഭീമനടി ടൗണിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിലാണ് കാവ്യ മാധവനും പങ്കാളിയായത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2 ലക്ഷം പേർ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ വെളിച്ചത്തിലാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗം ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്തത്. ഭീമനടി ടൗണിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന ബോധവൽക്കരണ ചടങ്ങിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ വോട്ടു ചെയ്യും, എൻ്റെ കടമ നിറവേറ്റും, സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും വോട്ടു ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന സന്ദേശം നൽകുന്ന സൈൻവാളിൽ ചലച്ചിത്ര താരം കാവ്യ മാധവൻ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. തുടർന്ന് മറ്റുള്ളവരും ഇത് ആവർത്തിച്ചു. സമ്മതിദാനാവകാശത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന സമൂഹ പ്രതിജ്ഞയും തുറന്ന് നടത്തി. എന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വോട്ട് രേഖപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നീലേശ്വരം ഡെപ്യൂട്ടി കളക്ടർ RP മഹാദേവകുമാർ, ഡെപ്യൂട്ടി കളക്ടർ മൃണ്മയി ജോഷി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ തുടങ്ങിയവരും സംബന്ധിച്ചു. ചുട്ടുപൊള്ളുന്ന ചൂട് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിൽ കാരണം പ്രവർത്തകർ ഫീൽഡിൽ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായിട്ടും പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം വേണ്ട പോലെ ചൂടുപിടിച്ചിട്ടില്ല. കത്തുന്ന ചൂടാണ് ചൂടേറിയ പ്രചാരണത്തിന് തടസ്സമാകുന്നതെന്ന് നേതാക്കളും പ്രവർത്തകരും പറയാതെ പറയുന്നു. കനത്ത വെയിലിനെ അവഗണിച്ച് ഫീൽഡിലിറങ്ങാൻ പ്രവർത്തകർ മടിക്കുന്നതായും വിവരമുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ ചൂടാണ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 34.1 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. വേനൽ മഴ എത്തിനോക്കാത്തതാണ് ചൂടിന്റെ കാഠിന്യം കൂടാൻ കാരണമാകുന്നത്. അതിരാവിലെ തുടങ്ങുന്ന വോട്ടഭ്യർത്ഥന 11 മണിയോടെ അവസാനിപ്പിക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രചാരണം തുടങ്ങുന്നത്. വെയിൽ ഇനിയും കനക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ മാത്രമല്ല ശക്തി വിളിച്ചോതുന്ന പാർട്ടികളുടെ പൊതുയോഗങ്ങളെയും ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ വെബ് പോർട്ട് വഴി അറിയാൻ ഇലക്ഷൻ 2016 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പൊതുജനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ വെബ്സൈറ്റ്. ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കു വേണ്ടി വെബ് പോർട്ടൽ തയ്യാറായി. പൊതുജനങ്ങൾക്കും ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് വെബ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. www.kasaragod.gov.in, www.gspeak.gov.in എന്നീ വെബ്സൈറ്റിൽ ഇലക്ഷൻ 2016 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെബ് പോർട്ടലിൽ പ്രവേശിക്കാം. ജില്ലാ ഇലക്ഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ വെബ് പോർട്ടലിൽ. ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പേര്, ഫോൺ നമ്പർ, നിയോജക മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ബൂത്തുകളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, 2001 മുതൽ നടത്തിയ പാർലമെന്റ്, നിയമസഭാ ഇലക്ഷന്റെ വിശദ വിവരങ്ങൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികളുടെ വിശദ വിവരങ്ങൾ എന്നിവ വെബ് പോർട്ടലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്ന വെബ്സൈറ്റായ ഈ പരിഹാരം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട മൈക്ക് ഉപയോഗം, പ്രകടനം മറ്റും നടത്തുന്നതിനും വേണ്ടി അനുമതിക്കായി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റായ ഈ അനുമതി എന്നീ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്കും ഈ വെബ് പോർട്ടലിൽ നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കു വേണ്ടി നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ കാസർഗോഡ് ഓഫീസാണ് വെബ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. സ്ത്രീകൾ മാത്രം എല്ലാ ജോലികളും ചെയ്യുന്ന 25 പോളിംഗ് സ്റ്റേഷനുകൾ ജില്ലയിൽ ഉണ്ടാകുമെന്ന് കളക്ടർ ഇ ദേവദാസൻ അറിയിച്ചു. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വീതം വിമൻ മാനേജ് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും കളക്ടർ. ജില്ലയിൽ ഇപ്പോൾ 9,78,030 വോട്ടർമാരാണ് ഉള്ളത്. മുൻ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികം പേർ സമ്മതിദാനാവകാശം നിയോഗിച്ചില്ല. ഇത് വലിയ അന്തരമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നത്. ഇത് മാറ്റിയെടുക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നിരവധി ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യ വരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു. വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് ഏപ്രിൽ 13 വരെ
പേർ ചേർക്കാവുന്നതാണ്. അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാവുന്നതാണ്. വോട്ടർമാരിൽ കൂടുതലും സ്ത്രീകളാണെന്നിരിക്കെ എപ്പോഴും പുരുഷന്മാരെയാണ് കൂടുതലും തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയമിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം എന്ന നിലയ്ക്കാണ് ജില്ലയിൽ വനിതകൾ മാത്രം മാനേജ് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5 വീതം വനിതാ നിയന്ത്രണ പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ഈ ഇലക്ഷനിലെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം മാനേജ് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനുകളുടെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാവരും സ്ത്രീകളായിരിക്കും. പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ, അതായത് ക്യൂ നിയന്ത്രിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ എല്ലാവരും, പ്രിസൈഡിംഗ് ഓഫീസറും പോസ്റ്റ് പോളിംഗ് ഓഫീസറും എല്ലാവരും സ്ത്രീകളായിരിക്കും. അങ്ങനെയുള്ള ഒരു 25 പോളിംഗ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5 വീതം. മറ്റൊരു കാര്യം കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അത് മോഡൽ പോളിംഗ് സ്റ്റേഷനാണ്. മോഡൽ പോളിംഗ് സ്റ്റേഷനിൽ എന്ന് പറയുമ്പം കുറച്ച് കാര്യങ്ങൾ അതിൽ സാധാരണ പോളിംഗ് സ്റ്റേഷന് വ്യത്യസ്തമായി കുറച്ച് സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുന്നതാണ് ഈ മോഡൽ പോളിംഗ് സ്റ്റേഷൻ. അത്തരത്തിൽ 50ഓളം പോളിംഗ് സ്റ്റേഷനുകൾ മോഡൽ പോളിംഗ് സ്റ്റേഷനായി ഈ വർഷം നമുക്ക് ജില്ലയിൽ സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കലക്ടർക്ക് പുറമെ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, NIC ഓഫീസർ VS അനിൽ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ RP മഹാദേവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പോളിംഗ് ബൂത്തുകളിൽ നിർഭയമായി വോട്ട് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി കളക്ടർ E ദേവദാസൻ അറിയിച്ചു. ഇതിനു മുന്നോടിയായി നോഡൽ ഓഫീസർമാരുടെ യോഗം കളക്ടറേറ്റിൽ നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ E ദേവദാസന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വോട്ടവകാശമുള്ള മുഴുവൻ വോട്ടർമാർക്കും പോളിംഗ് ബൂത്തുകളിൽ എത്തി സ്വാതന്ത്ര്യവും നിർഭയവുമായി വോട്ട് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ AO നൂങ് സാങ് ലാംബ ഈ മാസം 9-ന് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായി ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സമ്മതിദായകരെ ബോധവൽക്കരിക്കുന്നതിനുള്ള പരിപാടികളും പെയ്ഡ് ന്യൂസ് ഉൾപ്പെടെ മാധ്യമ സംബന്ധിയായ പരസ്യങ്ങളുടെ അനുമതി നൽകുന്നതും വാർത്തകളുടെ നിരീക്ഷണവും കേന്ദ്ര നിരീക്ഷകൻ വിലയിരുത്തും. യോഗത്തിൽ നോഡൽ ഓഫീസർമാരായ ADM VP മുരളീധരൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ RP മഹാദേവകുമാർ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ K അനിൽ ബാബു, ജില്ലാ ലോ ഓഫീസർ സീതാരാമ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഡിറ്റർ M മധുസൂദനൻ, ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി വോട്ടേഴ്സ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. തന്റെ കയ്യിലാണ് നാടിന്റെ നിലനിൽപ്പെന്ന തിരിച്ചറിവ് വോട്ടിംഗ് യന്ത്രത്തിന്റെ ബട്ടണിലേക്ക് വിരൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വോട്ടേഴ്സ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ പ്രദേശത്ത് വോട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഒരു നല്ലതല്ലാത്തൊരു സൂചനയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് നടത്തുന്ന സ്വീപ്പ് എന്ന ഈ പരിപാടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് അധികാരം. ഒരുപക്ഷെ ജനം അത് വേണ്ടത്ര തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലാണ് അധികാരം. ഇത് ജനം തിരിച്ചറിയണം. ഒരാൾക്കും ജനാധിപത്യത്തിൽ അപ്രമാദിത്വമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷം പേർ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നത് വലിയ ചോദ്യമാണ്. ഭാവിയിലേക്കുള്ള തീർച്ചയാണ് വർത്തമാനത്തിലെ തെരഞ്ഞെടുപ്പ്. അത് ഓരോ പൗരന്റെയും വിരൽത്തുമ്പിലാണെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളും പോളിംഗ് ബൂത്തിലെത്തുകയും എല്ലാവർക്കും വോട്ട് ചെയ്യാനും കഴിയട്ടെ എന്നും ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. ഞാൻ വോട്ട് ചെയ്യും, കടമ നിർവഹിക്കും എന്ന സൈൻവാളിൽ അംബികാസുധൻ മാങ്ങാടും സമ്മതിദായകരും ഒപ്പുവെച്ചുകൊണ്ട് സമ്മതിദാന പ്രതിജ്ഞ എടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തലും നടന്നു. ചടങ്ങിൽ കാസർഗോഡ് വരണാധികാരി P ഷാജി അധ്യക്ഷത വഹിച്ചു. ARO ശ്രീവത്സൻ, ERO K സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്.
നാസ് കാസർഗോഡ് ആതിഥ്യമരുളിയ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ MSC മാംഗ്ലൂർ ജേതാക്കൾ. നഗരസഭാ സ്റ്റേഡിയത്തിലായിരുന്നു ടൂർണമെന്റ്. ഫൈനലിൽ ആൽവാസ് കോളേജിനെയാണ് MSC പരാജയപ്പെടുത്തിയത്. ആദ്യാന്തം വരെ വാശിയേറിയ മത്സരമായിരുന്നു അരങ്ങേറിയത്. നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിജയികളായ MSC മംഗളൂരുവിലെ ആദിത്യ റായിയെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി അനന്തനാരായണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. Young man. Okay. 41. Can you share some words with us? ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ TH മുഹമ്മദ് നൗഫൽ, KM അബ്ദുൾ റഹ്മാൻ, TM ഇക്ബാൽ, NA അബ്ദുൽ ഖാദർ, PM കബീർ, അൻസാർ പള്ളം എന്നിവർ സംസാരിച്ചു. നാസ്ക് കാസർഗോഡിൻ്റെ ആഭിമുഖ്യത്തിലാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് കേന്ദ്രമായി ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ് എന്ന പേരിൽ പുതിയ ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലബ്ബ് രൂപീകൃതമായത്. സ്പീഡ് വേ ഇൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലയൺ 318 ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുജിത് ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശതാബ്ദിയുടെ നിറവിലുള്ള ഇന്റർനാഷണൽ അസോസിയേഷനിലേക്കാണ് ചന്ദ്രഗിരി എന്ന സുന്ദരമായ ഈ പ്രദേശത്തെ നല്ല മനസ്സുള്ള 25 അംഗങ്ങളെ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ലഭിക്കുന്നത്. ഇതിനുള്ള സഹായമൊരുക്കിയ സർവ സന്നാഹങ്ങളും ഒരുക്കിയ ലയൺസ് ക്ലബ് ഓഫ് പടന്നക്കാടിന്റെ ടീം, ലയൺ ഷെറി സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ലയൺസ് ക്ലബ് ഓഫ് പടന്നക്കാടിന്റെ ടീം അംഗങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഡിസ്ട്രിക്ട് 318യുടെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ LA മുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലയൺ CK ശിവപ്രസാദ്, ലയൺ അഡ്വക്കേറ്റ് ഡെന്നീസ് തോമസ്, ലയൺ K ഗോപി, ഡോക്ടർ ഷിംജി P നായർ, ഷെറി സണ്ണി, ലയൺ സാംജോസ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ജലീൽ മുഹമ്മദിനെ പ്രസിഡന്റായും ഫാറൂഖ് കാസ്മിയെ സെക്രട്ടറിയായും CU മുഹമ്മദ് കുഞ്ഞിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. വായനയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ ലൈബ്രറി ആരംഭിച്ചു. GVHSSലെ വിദ്യാർത്ഥികളാണ് വേറിട്ട പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. ഓരോ വീടുകളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത്. അന്തരിച്ച മുൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗംഗാധരൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ് കമ്മ്യൂണിറ്റി ലൈബ്രറി ആരംഭിച്ചത്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഗ്രന്ഥശാല, അതുവഴി ജനങ്ങളിൽ നിന്നും അന്യം നിന്നുപോകുന്ന വായനശീലത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഹയർ സെക്കൻഡറി NSSന്റെ അക്ഷരദീപം കമ്മ്യൂണിറ്റി ഗ്രന്ഥാലയം പദ്ധതിയുടെ ഭാഗമായി ഗ്രന്ഥാലയം ആരംഭിച്ചത്. കാറടുക്ക പഞ്ചായത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് ഗംഗാധരൻ ഗ്രന്ഥാലയം നാടിന് സമർപ്പിച്ചു. പുസ്തകത്തോടെ എനിക്ക് എന്നും ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും എൻ്റെ ആകെയുള്ള പ്രധാനപ്പെട്ട സമ്പാദ്യം എന്ന് പറയുന്ന പുസ്തകം തന്നെ. നല്ലൊരു സാധാരണ ഒരു വായനശാലയിലുള്ള അതിനേക്കാളും അല്ലെങ്കിൽ അത്രയും പുസ്തകങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ, അത് ഭാഷാ വ്യത്യാസമില്ലാതെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും കന്നഡ, ഹിന്ദി തുടങ്ങി പ്രധാനപ്പെട്ട ഭാഷകളിലൊക്കെയുള്ള പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. PTA പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. 92ാം വയസ്സിൽ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ ചേർന്ന് പരീക്ഷ എഴുതി 10ാം ക്ലാസ് പാസ്സായ മീനാക്ഷി അമ്മ, പരിശീലനം നൽകിയ രുക്മിണി, പ്രേരക് കാഞ്ചന എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. G സ്വപ്ന, ഗോപാലകൃഷ്ണ, രേണുകാദേവി, M ജനനി, ബാലകൃഷ്ണൻ, ചന്തു മാസ്റ്റർ, അപർണ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാംബ്യ മൊഹിയുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഉറൂസിന് തുടക്കമായി. ഏപ്രിൽ 9 ഉറൂസിന് സമാപനമാകും. ഇതോടനുബന്ധിച്ച് പ്രമുഖ മതപണ്ഡിതർ നടത്തുന്ന മതപ്രഭാഷണവും സംഘടിപ്പിക്കും. ഏപ്രിൽ 9 അന്നദാനത്തോടുകൂടി ഉറൂസ് സമാപിക്കും. വ്യാഴാഴ്ച അബ്ദുൽ ഹമീദ് ദാരിമി ആലപ്പുഴ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉസ്താദ് ലുക്മാനുൽ ഹക്കീം പുല്ലാര, സക്കീർ ഹുസൈൻ അസരി ആലപ്പുഴ, ചെറുശ്ശേരി ഉസ്താദ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 9 നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് ഷെഫീഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പടച്ചവനേ
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കലിൽ മത്സ്യബന്ധനത്തിനിടയിൽ തോണി അപകടം, തൊഴിലാളി മരിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച, പണയം വെച്ച സ്വർണം തിരിച്ചു നൽകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. ഇടപാടുകാർ ബാങ്ക് ഉപരോധിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഗോദയിലിറങ്ങി. തൃക്കരിപ്പൂരിൽ UDFും പ്രചരണ രംഗത്തേക്ക്. ചുട്ടുപൊള്ളുന്ന ചൂട് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നു. പ്രചാരണം വേണ്ടത്ര ചൂട് പിടിക്കുന്നില്ല. തിരഞ്ഞെടുപ്പിന് വനിതാ മുഖം. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന 25 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.